ഹലോ ഫ്രണ്ട്സ്, വൈറ്റിലൊരു അലാറം വിളി കേട്ടുകൊണ്ടാണ് വണ്ടി നിർത്തിയത് കേട്ടോ. അങ്ങളെന്നോട് പറഞ്ഞ് ഞങ്ങളെ ദോശ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി കൈ കഴുകാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. എന്തായാലും കൈ കഴുകിയിട്ട് തിരിയുമ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടനെ കണ്ടിട്ടുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നപ്പോഴേക്കും ആൻറ്റിയും അങ്കിളും ദോശയൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ശകുന്തള ആൻറ്റിയും ഗോപി അങ്കിളിൻ്റെയും കടയാണിത്. ആൻറ്റിക്കും അങ്കിളിനും ചെറിയ തോതിൽ വയ്യായികയുണ്ട്. അങ്കിളിനിപ്പം ബൈപ്പാസ് സർജറി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം എന്ത് പറയാനാണ്, 12 വർഷം കൊണ്ട് ഈ കുഞ്ഞു കട വാടകയ്ക്കാണ് കേട്ടോ. വീടുമില്ല. അങ്ങനെ ആ ഒരു സ്ഥിതി. ഇപ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയാണ്, ഇതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞു വരുമാനം കൊണ്ടാണ് വാടകയും മറ്റുള്ള കടയുടെ വാടക നോക്കണം, വീട്ടിലെ വാടക അങ്ങനെയൊക്കെ നോക്കണം. അപ്പോൾ ബുദ്ധിമുട്ട് ആൻറ്റിയുടെ കണ്ണുകളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. എന്തോ എന്നോട് പറയണം എന്നുള്ള രീതിയിൽ ആ കണ്ണ് ഈറൻ അണിഞ്ഞപ്പോഴെനിക്ക് കാര്യം ഞാൻ കൂടുതൽ അറിയാൻ കരുതി ചോദിച്ചു. യാദൃശ്യമായിട്ട് ഞാൻ വന്നെത്തിപ്പെട്ടതാണ് ഈ കടയിൽ കേട്ടോ. അപ്പോഴാ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞത്. എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഈ വഴി പോകുമ്പോൾ ഈ കടയിൽ കയറി ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ച് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതായത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മലയങ്കാവിനും പുലുശാലയ്ക്കും ഇടയ്ക്കായിട്ട് ഒരു കുഞ്ഞ് കടയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഫുഡാണ്. ചെറിയ തോതിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ദോശയും ചമ്മന്തിയും ഒക്കെ, മുട്ട ഓംപ്ലേറ്റും ഒക്കെ ഉണ്ട്. ചായ ഇല്ല, മുമ്പ് അടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം അങ്കിളിനൊരു വയ്യായിക ഉള്ളത് കൊണ്ട് ചായ ഇല്ല. എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിൽ 100% ഞാൻ ഗ്യാരൻറ്റി പറയുന്ന അടിപൊളി ഭക്ഷണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും മനസ്സും വയറും ഒക്കെ ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും സ്നേഹം കണ്ടപ്പോൾ അറിയാണ്ടങ്ങ് എന്ത് പറയാനാണ്, നമുക്ക് ഇങ്ങനെയുള്ളവരാ വേണ്ടതല്ലേ. നിറഞ്ഞു പോയി. ഭക്ഷണത്തിനോടൊപ്പം ഒരല്പം സ്നേഹം കൂടെ ആയാൽ ഇങ്ങനെ ഇരിക്കും, അടിപൊളിയാണല്ലേ. നമുക്ക് ഭക്ഷണം വിളമ്പുന്ന ആ ആളിൽ നിന്ന് ഒരല്പം സ്നേഹം കിട്ടിയ അടിപൊളിയാണെന്നേ. അപ്പം നമ്മുടെ ശകുന്തള ആൻറ്റിയും ഗോപി അങ്കിളിനോടും യാത്ര പറഞ്ഞ് ഞാനിവിടെ ഒന്ന് പോവുകയാണ്. ഇപ്പം 12 വർഷം കൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്. വീടില്ല, കടയും ഇല്ല, സ്വന്തമായിട്ട് ഒരു ഭൂമി ഇല്ല അല്ലേ. അപ്പം അത്രയും കഷ്ടപ്പാടിലൂടെയാണ് നീങ്ങുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഈ വഴി പോകുമ്പോൾ ഈ കടയിൽ കയറി ഫുഡ് കഴിക്കുക, അതിലൂടെ ഇവരെ സഹായിക്കുക. വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അങ്ങളെ ഒരു ടാറ്റ പറഞ്ഞേ, ഒരു കായ് പറഞ്ഞു. മൊബൈൽ അവിടെ ക്യാമറ നോക്കി ഒരു ഹായ് പറഞ്ഞു. ക്യാമറ നോക്കി പറയും. ആന്റി ഒരു ഹായ് പറഞ്ഞു. ആന്റി നമ്മള് പോട്ടോ? പോണോ നിക്കണോ? നാളെ പോവാ. ആന്റി എന്നോട് പറഞ്ഞു പോണ്ട, ആന്റിയുടെ വീട്ടിൽ എന്നെ വിളിക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ഇതുവഴി അടുത്ത് നമുക്ക് ഒരു ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ട്. പോകുന്ന സമയത്ത് ഞാൻ വീണ്ടും ഇവിടെ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ.